Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ NVIDIA മെറ്റീരിയൽ ഡെഫിനിഷൻ ലാംഗ്വേജ് വീറെ എന്ന റെൻഡറിംഗ് എഞ്ചിനിലൂടെ 3D Maxലേക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. NVIDIA മെറ്റീരിയൽ ഡെഫിനിഷൻ ലാംഗ്വേജ് ഇതിനെ ഷോർട്ടായി MDL എന്ന് പറയാവുന്നതാണ്. ഹൈലി ഡീറ്റെയിൽഡും ഫ്ലെക്സിബിളുമായ മെറ്റീരിയൽസ് ഈ ഒരു MDL യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വീറെ എന്ന റെൻഡറിംഗ് എഞ്ചിനിൽ ഈ ഒരു MDL മെറ്റീരിയൽസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ റിയലിസ്റ്റിക്കും ഫിസിക്കലി ആക്യുറേറ്റഡുമായ മെറ്റീരിയൽസ് 3D Max സീനുകളിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനായി MDL ഫയൽസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ സീനുകളിൽ MDL മെറ്റീരിയൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, വീറെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന MDL ഫയൽസിന്റെ ലൈബ്രറി എങ്ങനെ ആക്സസ് ചെയ്യാം തുടങ്ങിയവയെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. 3D Maxൽ വീറെ എന്ന റെൻഡറിംഗ് എഞ്ചിൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ പ്രോഗ്രാം ഫയൽസിൽ MDL ഫയൽസിന്റെ ഒരു ഫോൾഡർ ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ആവുന്നതാണ്. ഈ ഒരു MDL ഫയൽസ് യൂസ് ചെയ്തുകൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയ ഫിസിക്കൽ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു MDL മെറ്റീരിയൽ ആക്സസ് ചെയ്യുന്നതിനായി നമുക്ക് മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്യാം. മെറ്റീരിയൽസിൽ വീറെ MDL മെറ്റീരിയൽ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിന്റെ പാരാമീറ്ററിൽ MDL ഫയൽ നെയിം എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇവിടേക്കാണ് നമുക്ക് MDL ഫയൽസ് ലോഡ് ചെയ്തുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. വീറെ എന്ന റെൻഡർ എഞ്ചിൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന MDL ഫയൽസിന്റെ ലൈബ്രറിയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. MDL ഫയൽസിന്റെ ഈ ഒരു ലൈബ്രറി ആക്സസ് ചെയ്യുന്നതിനായി C ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസിൽ കെയോസ് ഗ്രൂപ്പ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൽ വീറെ എന്നൊരു ഫോൾഡർ കാണാവുന്നതാണ്. ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ 3D Max വേർഷന്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് MDL എന്ന ഈ ഒരു ഫോൾഡർ കാണാവുന്നതാണ്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് MDL ഫയൽസിന്റെ ലൈബ്രറി ആക്സസ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൽ അലുമിനിയം, ആർക്കിടെക്ചറൽ, അസ്ഫാൾട്ട് തുടങ്ങിയ ഒരുപാട് മെറ്റീരിയൽസിന്റെ MDL ഫയൽസ് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിൽ ആദ്യമായി മെറ്റൽ എക്സാമ്പിൾസ് എന്ന ഈ ഒരു MDL ഫയൽസ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് സെലക്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ പ്രസ് ചെയ്യാം. മെറ്റൽ എക്സാമ്പിൾസ് എന്ന ഈ ഒരു MDL ഫയൽ നമ്മുടെ ഈ ഒരു MDL മെറ്റീരിയലിൽ ലോഡ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു മെറ്റീരിയലിന്റെ പ്രിവ്യൂ ഇതുപോലെ കാണാവുന്നതാണ്. ഇനി ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ചെയറിലേക്ക് അസൈൻ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു MDL മെറ്റീരിയൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അസൈൻ മെറ്റീരിയൽ ടു സെലക്ഷൻ എന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. MDL മെറ്റീരിയൽസിന്റെ പാരാമീറ്ററിൽ വ്യൂ പോർട്ട് കളർ എന്ന ഓപ്ഷനിൽ ഇവിടെ കാണുന്ന കളറാണ് നമുക്കിവിടെ വ്യൂ പോർട്ടിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മെറ്റീരിയലിന്റെ റിസൾട്ട് കാണുന്നതിനായി നമുക്ക് ഇന്ററാക്റ്റീവ് റെൻഡറിംഗ് യൂസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ഇന്ററാക്റ്റീവ് റെൻഡറിംഗിൽ വളരെ റിയലിസ്റ്റിക് ആയ ഈ ഒരു MDL മെറ്റീരിയലിന്റെ റിസൾട്ട് ഇവിടെ കാണാവുന്നതാണ്. MDL മെറ്റീരിയൽ നെയിം എന്ന ഈ ഒരു ഓപ്ഷനിൽ കാസ്റ്റ് അയൺ എന്ന മെറ്റീരിയൽ ആണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മെറ്റൽ ബ്രഷ്ഡ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണെന്ന് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു ബ്രഷ്ഡ് മെറ്റീരിയലിന്റെ റിസൾട്ട് ലഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ പാരാമീറ്ററിൽ മെറ്റൽ കളർ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു കളറിലുള്ള ഒരു ബ്രഷ്ഡ് മെറ്റീരിയലിന്റെ റിസൾട്ട് ഇവിടെ ലഭിച്ചതായി കാണാവുന്നതാണ്. കൂടാതെ ബ്രഷ് ടെക്സ്ചർ, റഫ്നെസ്, ബംപ് തുടങ്ങിയ മാപ്പുകൾ ഇതിൽ കാണാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള മാപ്പുകൾ ഇതിൽ റീപ്ലേസ് ചെയ്യാനും ഈ ഒരു ബ്രഷ്ഡ് മെറ്റീരിയലിന്റെ സ്ട്രെങ്ത്, റിഫ്ലക്ഷൻ, ബംപ് തുടങ്ങിയ ടെക്സ്ചർ ടൈലിംഗ് ഇവിടെ വാല്യൂസ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഇതിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഈ ഒരു MDL ഫയൽസ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊരു ലൈറ്റിംഗ് കണ്ടീഷൻസിലേക്കും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു MDL ഫയൽസ് റീപ്ലേസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഗ്രാനൈറ്റ് ബ്ലാക്ക് എന്ന ഒരു MDL ഫയൽ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ റീപ്ലേസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇതുപോലെ ഒരു റിസൾട്ട് ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ഗ്രാനൈറ്റിന്റെ ടെക്സ്ചർ നമുക്കിവിടെ ഈ ഒരു ബിറ്റ് മാപ്പിൽ ഇവിടെ കാണാവുന്നതാണ്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഡിഫറെന്റ് ഗ്രാനൈറ്റ് ടെക്സ്ചേഴ്സ് ഈ ഒരു ഡിഫ്യൂസ് ടെക്സ്ചറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ഒരു മെറ്റീരിയലിനെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു മെറ്റീരിയലിന്റെ റിഫ്ലക്ഷൻ, IR വാല്യൂ തുടങ്ങിയ ഇവിടെ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് റിസൾട്ട് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. വളരെ ഈസിയായി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതുപോലെ റിയലിസ്റ്റിക് ആയ ഫിസിക്കൽ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ
ഈ ഒരു MDL ഫയൽസ് യൂസ് ചെയ്തുകൊണ്ട് സാധിക്കുന്നതാണ്. ഒരു കളർ ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് നമ്മളിവിടെ അസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്റ്റൻസ്, ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ തുടങ്ങിയ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ റിയലിസ്റ്റിക് ആയ ഒരു കളേർഡ് ഗ്ലാസ് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ പ്രൊജക്റ്റുകളിലേക്ക് ഈ ഒരു MDL ഫയൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ റിയലിസ്റ്റിക് ആയ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.